അസ്സലാമു അലൈക്കും ഗൈസ്. ഇന്നൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടുപോയി എങ്ങനെയാണെന്ന്. നീ പറഞ്ഞ അൽ ഖസീം ബുറൈദ ഇവിടെ ഈ ബുക്കേരി എന്ന സ്ഥലത്തുള്ള ഒരു ഈ ഈത്തപ്പഴം ബിസിനസ് ചെയ്യുന്ന ഒരു ചന്തയാണത്. ഇവിടെ തമൂർ സൂക്ക് എന്നറിയപ്പെടും. ഇവിടുത്തെ സ്ഥലപ്പേരാണ് ഈ എഴുതിയിരിക്കുന്നത്. സൂക്ക് തമൂർ അൽ ബുഖേരിയ എന്ന് എഴുതിയിരിക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ നീളത്തിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ഈത്തപ്പഴത്തിൻ്റെ മരം നിൽക്കുന്നത്. ഭാഗത്തോട്ട് പോയി കണ്ടുപോകാം. ഇപ്പോൾ ഇവിടുത്തെ സീസണെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തിരക്കെല്ലാം, നേരത്തെ നല്ല തിരക്കായിരുന്നു, എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാലിയായി കിടക്കുകയാണ്. ഒരുപാട് വിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പയ്യിരിപ്പുണ്ട്. ഇതാണ് ഈത്തപ്പഴം, കണ്ടില്ലേ? പല ഐറ്റംസിൽ വെച്ചിരിക്കുകയാണ്. കം ഫുലൂസ് ഹബീബി, കം 40. ഇതാണ് സൂക്ക്, കണ്ടില്ലേ? ഇവിടുത്തെ സീസൺ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു മാസമായി കഴിഞ്ഞിട്ട്. ഇനി ഒരു 6 മാസം കഴിഞ്ഞ് വരാൻ. ഇപ്പോൾ തണുപ്പായി തുടങ്ങി. ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് വന്നാലും തണുപ്പ് വന്നാലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. അൽ ഖസീം, ബുറൈദ, അൽ ബുഖേരിയ, അൽ റാസ്, ബഡായ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ താഴ്ന്ന പ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. ഈത്തപ്പഴത്തിൻ്റെ ഒരു തോട്ടമാണ്. ഇപ്പോൾ തമർ മസറ എന്ന് പറയും. ഇവിടെ പച്ചക്കറികൾ നട്ടേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടുപോകുക എങ്ങനെ അഭിപ്രായം? കണ്ടില്ലേ? സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസണേ കാണാൻ പറ്റും. വർഷങ്ങൾ പഴക്കമുള്ള പഴയ കെട്ടിടങ്ങളാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കം. എത്ര വർഷമെന്ന് വെച്ചാൽ അറിയില്ല. കുറച്ച് പഴക്കമുള്ള മരങ്ങളാണ്. എത്രയോ വർഷം നല്ല പഴക്കമുള്ള നല്ല ഹൈറ്റുള്ള മരങ്ങളാണ്. എല്ലാം ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളാണ്. നമ്മൾ കണ്ടില്ലേ? കാണാൻ നല്ല ഭംഗിയല്ലേ? കണ്ടു നോക്കി എങ്ങനെയാണ്? കണ്ടില്ലേ? കാണാൻ നല്ല ഭംഗിയില്ലേ? ഈത്തപ്പഴത്തിൻ്റെ ഓല വെച്ച് മറച്ചേക്കുന്നത് എന്തോ മസറയാണത്. തോട്ടമാണ്, എന്തോ നട്ടേക്കാണ്. കണ്ടു നോക്കാം. നല്ല നീളമുണ്ട്. അങ്ങോരെ പോകണം. നല്ല അങ്ങേറ്റം വരെ കിടക്കേ, ഇങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ അടിപൊളി, കാണാനല്ല സൂപ്പർ. വെള്ളത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഓണക്കല്ലേ, വെള്ളത്തിന് വേണ്ടി പൈപ്പൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പൈപ്പിനാണ് വെള്ളം, വേറെ വെള്ളത്തിനൂടെ മാർഗ്ഗമില്ലല്ലേ, കിട്ടിയില്ല. ഇതാണ് തോട്ടം. നല്ല അങ്ങ് കിടക്കുകയാണ്, നല്ല നീളത്തിന്, നല്ല അടിപൊളിയായിട്ട്. സൗദി അറേബ്യയിൽ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണുന്ന പറഞ്ഞാൽ ഭാഗ്യം. പുല്ലൊക്കെ മുളച്ചിങ്ങനെ വെള്ളത്തിൻ്റെ ഈ കരിയിലേക്ക് കിട്ടിയിട്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്